മുൻപത്തേത് വഖഫ് അധിനിവേശം തന്നെ ദാനമായിട്ടല്ല വഖഫായിട്ടാണ് ഭൂമി കൈമാറിയതെന്ന ഭൂ ഉടമ സിദ്ദിഖ് സേട്ട്. വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുത്തത് ഏകപക്ഷീയമായെന്നും പ്രതികരണം. ഫറൂഖ് കോളേജിന്റെ കേസിൽ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കക്ഷി ചേരും. കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കാനായി മാറ്റി. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേർന്നുണ്ട്. ദിസ്ന, ഒടുവിൽ മുൻപത്തേത് വഖഫ് അധിനിവേശം തന്നെ എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണിപ്പോൾ, അത്തരം റിപ്പോർട്ടുകളാണിപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല, ദാനമായിട്ടല്ല വഖഫായിട്ടാണ് ഭൂമി കൈമാറിയതെന്ന് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവും ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്, അല്ലേ? തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ സിദ്ദിഖ് സേട്ടിനു വേണ്ടി സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിലെ ഒരു പ്രതിനിധിയാണ് ഈ ട്രൈബ്യൂണലിൽ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് ഇത് തങ്ങൾ വഖഫായി നൽകിയതാണ്, അതായത് ദൈവത്തിന്റെ നാമത്തിൽ നൽകിയ ഒരു ഭൂമിയാണെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു വിശദീകരണം. ഈ വിശദീകരണമാണ് അവർ ട്രൈബ്യൂണലിൽ അവതരിപ്പിച്ചത്. കൂടാതെ തന്നെ അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ വഖഫ് സംരക്ഷണ സമിതിയും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കുടുംബത്തിന്റെ കൂടെ, അതായത് സിദ്ദിഖ് സേട്ടിന്റെ കുടുംബത്തിന്റെ കൂടെ കക്ഷി ചേരുവാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ ഫറൂഖ് കോളേജ് പറയുന്നത് ഇത് തങ്ങൾക്ക് ഗിഫ്റ്റായി കിട്ടിയ സ്ഥലം തന്നെയാണ്, ഒരിക്കലും അത് വഖഫ് ഭൂമിയല്ല, അത് അനുവദിക്കാൻ കഴിയില്ല എന്നൊരു വാദം തന്നെയായിരുന്നു ഫറൂഖ് കോളേജിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നമ്മളിപ്പോൾ 2 പ്രതികരണങ്ങൾ കിട്ടു. പ്രധാനമായും ഈ സിദ്ദിഖ് സേട്ടിന്റെ വക്കീലായ അനസിന്റെ പ്രതികരണവും കൂടാതെ വഖഫ് സംരക്ഷണ സമിതി അംഗത്തിന്റെ അൽത്താഫിന്റെ പ്രതികരണവും കേട്ടു. ഈ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെയും അവർ പറയുന്നത് മുൻപത്തെ വഖഫ് ഭൂമിയാണ്, ഇതുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫറൂഖ് കോളേജിന്റെ ഭൂമി കൈമാറ്റം ചെയ്തത് കോളേജ് മാനേജ്മെന്റ് ആണ്, അവർക്കെതിരെ തക്കതായ നടപടി സ്വീകരിക്കണം എന്നൊരു വാദം തന്നെയാണ് ഇപ്പോൾ ഈ ട്രൈബ്യൂണലിൽ നടന്നിരിക്കുന്നത്. ഈ ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട് ഈ കേസ് പരിഗണിക്കുന്നത് അടുത്ത മാസം 6-ലേക്ക് മാറ്റിവെച്ചു എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്, ദേവിക. മാത്രമല്ല, ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് വലിയൊരു രീതിയിൽ വിലക്കേർപ്പെടുത്തിയിരുന്നു. 2019-ലാണ് ഇത്തരത്തിലൊരു ഡിക്ലറേഷൻ, അതായത് ഫറൂഖ് കോളേജിന്റെ വഖഫ് ഭൂമിയാണെന്നൊരു ഡിക്ലറേഷൻ വരുന്നത്. 2022-ൽ അത് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. പിന്നീട് 2023-ലാണ് ഫറൂഖ് കോളേജിലെ ആളുകൾ ഇതിന് കക്ഷി ചേരുന്നത്. കാരണം ആ കാലഘട്ടങ്ങളിൽ, അതായത് 4 വർഷങ്ങൾക്കിടയിൽ കോവിഡും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് ഈ കക്ഷി ചേരുന്ന സംഭവം മാറുകയായിരുന്നു. അത്തരത്തിൽ വലിയൊരു രീതിയിലുള്ള വാഗ്വാദങ്ങളൊക്കെ നടന്ന ഒരു സംഭവമാണ് വഖഫ് ഭൂമി. എന്തായാലും ഈ കേസ് പരിഗണിക്കുന്നത് 6-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ ഫറൂഖ് കോളേജിന്റെ വാദഗതി ഒരു ഭാഗത്ത് നിൽക്കുന്നു, വഖഫ് സംരക്ഷണ സമിതിയുടെയും സേട്ടിന്റെ കുടുംബത്തിന്റെ വാദഗതി മറ്റൊരു ഭാഗത്ത് നിലനിൽക്കുകയാണ് ഇപ്പോൾ. മുൻപത്തേത് വഖഫ് അധിനിവേശം തന്നെ എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ മണിക്കൂറിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദാനമായിട്ടല്ല വഖഫായിട്ടാണ് ഭൂമി കൈമാറിയതെന്ന് ഭൂ ഉടമ സിദ്ദിഖ് സേട്ട്. വഖഫ് ബോർഡ് ഭൂമി ഏറ്റെടുത്തത് ഏകപക്ഷീയമായെന്നും പ്രതികരണം. ഫറൂഖ് കോളേജിന്റെ കേസിൽ സിദ്ദിഖ് സേട്ടിന്റെ കുടുംബവും വഖഫ് സംരക്ഷണ സമിതിയും കക്ഷി ചേരും. കേസ് അടുത്ത മാസം 6-ന് പരിഗണിക്കാനായി മാറ്റി. തത്സമയ വിവരങ്ങളും ദൃശ്യങ്ങളുമായി ചേരുകയായിരുന്നു ദിസ്ന സുരേഷ്.